ഹലോ ഗായ്സ്, ഞാൻ അന്ന് പറഞ്ഞൊരു അമ്മയുടെ ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി ഉണ്ട്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഇറ്റ്സ് മീ അമർ ആൻഡിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കണം. ചിക്കൻ സാധാരണമാതിരി മുളക്, മഞ്ഞൾ, ഉപ്പ്, കുരുമുളക്, കുറച്ച് ഗരം മസാല, അങ്ങനെ സാധാ പൊടികൾ മാത്രം ചേർത്ത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ വേവിച്ചെടുക്കാം, വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ വറുത്തെടുക്കാൻ പോകുമ്പോൾ ഓയിൽ കുറച്ച് ഉപയോഗിച്ചിട്ട് ചെന്തി കയറിയോ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കും. ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും. നമ്മൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടോ, കുറേ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാം, അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം. ഞാൻ അപ്പോൾ ഇവിടെ കുറച്ചൊരു തുള്ളി ഒഴിച്ചിട്ടുള്ളൂ, അങ്ങനെ അളവ് വരാൻ കഴിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൊക്കെ നല്ലതുപോലെ വേവും, കുറച്ചെണ്ണ മാത്രം മതി താനും. അത് ഞാൻ അമ്മ പറഞ്ഞിട്ട് തന്നെ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് കേട്ടോ. ഏതായാലും അതാകുമ്പോൾ നല്ലപോലെ സാധാ മതി, വെള്ളം കുടിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല സാധാ വേവിച്ചെടുക്കണ മാതിരി തന്നെ ആക്കും. ആ വെള്ളം വറ്റി ചിക്കനൊക്കെ വെന്ത് വരും ചെയ്യും. കുറച്ച് എണ്ണ ഉപയോഗിച്ചാലും മതി. അങ്ങനെ വറുത്തെടുത്ത് എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവാള കൊനുകുന അരിഞ്ഞതും വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ മൂപ്പിച്ച് കളറൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ കുറച്ച് സോസ് ചേർക്കണം. കുറച്ച് സോയ സോസ്, എൻ്റെ അടുത്ത് ഇപ്പോൾ ഡാർക്ക് സോയ സോസാണ് വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അത് പിന്നെ ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസാണ്. റെഡ് ചില്ലിയാണെങ്കിൽ കുറച്ച് നല്ല കളറായിരിക്കും. പിന്നെ ടൊമാറ്റോ സോസും കൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് ഇതാക്കിയെടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ചട്ടിയുടെ ചൂടുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ തിളച്ച് നിൽക്കണ മാതിരി തോന്നുന്നത്. ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി, കാരണം സോസല്ലേ, അധികം വേവാനൊന്നുമില്ലല്ലോ. അങ്ങനെ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ചേർത്ത് നല്ലതുപോലെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ സ്റ്റൈൽ ആൻഡ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെസിപ്പി റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനേക്കാളും കുറച്ചുകൂടി ചപ്പാത്തി, ബട്ടൂര, പൊറോട്ട അതിനൊക്കെ ആയിരിക്കും രസം ഉണ്ടാവുക. ചോറിനും കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോണേ. നിങ്ങൾ കഴിച്ചു നോക്കൊണ്ടു, ഉണ്ടാക്കി നോക്കൊണ്ടു, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുകൊണ്ടു. എന്നിട്ട് ഞാൻ വേറൊരു സ്റ്റൈൽ ആൻഡ് റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണുക, ഫുൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ, സി യു.